ചാർലിംഗ് മോഹൻലാലിനെ കാണാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഫ്രാൻസിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു മലയാളം മൂവി കാണാൻ വേണ്ടി പോവുകയാണ്. അതും തിയേറ്ററിൽ പോയി കാണാൻ പോവാ. നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് റിലീസായ മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന ഒരു മൂവി നല്ല റിവ്യൂസൊക്കെ ആണെന്ന് കണ്ടു. സോ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞാൻ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ടായി. സോ ഇത് എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം സമയം ഇവിടെ വൈകുന്നേരം 7:30 ആയിട്ടുണ്ട്. പക്ഷെ കണ്ടാൽ പറയില്ല അല്ലേ. ഇപ്പോൾ ഡേ ലൈറ്റ് സേവിങ് ആയതുകൊണ്ട് നല്ല ഇപ്പോൾ ഒരു 9:30 ഒരു സമയമാകും ഇരുട്ടാവാൻ വേണ്ടി. അപ്പോൾ ഞാൻ ട്രെയിൻ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളുടെ ഷോ 8:45 ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും നമ്മൾ 3 പേരും കൂടിയാണ് പോകുന്നത്. ഹോപ്പ് അവിടെ കുറേ മലയാളികൾസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടൊരു മലയാളം മൂവി കാണാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിനു മുമ്പ് പോയി കണ്ടിട്ടുള്ള മൂവി ഒരു ഹിന്ദി മൂവി കണ്ടു, പിന്നെ ഒരു ഫ്രഞ്ചും ഇംഗ്ലീഷും ആയിരുന്നു കണ്ടത്. പിന്നെ മലയാളം അധികം അങ്ങനെ പോയി കണ്ടിട്ടില്ല. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഇവിടുത്തെ തിയേറ്ററും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എമ്പുരാൻ ഇറങ്ങിയപ്പോൾ അത് പോയി കാണണം എന്നാഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ഇവിടെ ഫ്രാൻസിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിവിടെ റിലീസായപ്പോഴത്തേക്കും ഭയങ്കര ലേറ്റായി. സോ പിന്നെ അത് കാണാനുള്ള ഒരു മൂഡങ്ങ് പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം വിചാരിച്ചു ഇത് റിലീസാവുകയും ചെയ്തു, പിന്നെ ഒരുപാട് നല്ല റിവ്യൂസും കേട്ടു. സോ അതുകൊണ്ട് ഇപ്രാവശ്യം ഇത് പോയി കാണാം എന്ന് വിചാരിക്കുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ട്രെയിനിലധികം തിരക്കൊന്നുമില്ല. പിന്നെ ഒരു 45 മിനിറ്റ്സിൻ്റെ ട്രാവൽ ഉണ്ട് നമുക്ക് തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ ട്രെയിനിലും മെട്രോസിലൊക്കെ ഓൾറെഡി കുറേ മലയാളീസിനെ കണ്ടു. പിന്നെ ഇതാണ് നമ്മൾ വന്ന സ്ഥലം. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സും പിന്നെ ഒരു ഷോപ്പിംഗ് മോൾ അങ്ങനെയൊക്കെ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഓൾറെഡി നമ്മളിവിടെ കുറേ മലയാളീസിനെ കണ്ടു. സോ കുറേ മലയാളീസ് ഉള്ളത് കൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ആ ഒരു നാട്ടിലെ ഫീല് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മളുടെ ചാർലിംഗ് മോഹൻലാലിനെ കാണാൻ. നിങ്ങൾ അറിയാണ്ട് മാച്ചായി പോയി ഔട്ട്ഫിറ്റൊക്കെ. തണുപ്പല്ലേ ഇപ്പൊ ഇവിടെ പാരീസില്? രാത്രി ആകുമ്പോ കുറച്ച് തണുക്കും. നമ്മൾ 8:45 ഷോ കാണാനാണ് വരുന്നത്. 8:45 സമയം. പക്ഷെ കണ്ടാ പറയത്തില്ലെങ്കിലും മലയാളി എരപ്പാളി ഫ്രണ്ട് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കണ്ട് സുപരിചിതമായ ഫേസ് ആയിരിക്കാം. അപ്പോൾ നമ്മുടെ പുറയിൽ കാണുന്നതാണ് തിയേറ്റർ. നമ്മൾ കുറച്ച് നേരത്തെയാണ്, നേരത്തെ വന്നില്ല, ഒരു 30 മിനിറ്റ്സ് ഏർലിയാണ്. ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോ തുടങ്ങാൻ സമയമായി. നമ്മുടെ ഫ്രണ്ട് കുറച്ച് ലേറ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഉള്ളിൽ പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോഴാണ് ഫുള്ളും മലയാളീസ്. അതായത് എൻ്റെ ഫ്രണ്ട് നടക്കുന്ന ഫുള്ളും മലയാളീസാണ്. ഇത്രയും ആളുകളെ ഇങ്ങനെ ഒന്നിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് നമ്മൾ കേരളത്തിലാണെന്നുള്ള ആ ഒരു ഫീലിംഗാണ്. എല്ലാ ആൾക്കാരും ഇത് തുടരും മൂവി കാണാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും തിയേറ്ററിൻ്റെ ഉള്ളിൽ നല്ലൊരു ഓളമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് തിയേറ്റർ ഇളകി മറിയുമെന്നാണ് തോന്നുന്നത് അല്ലേ? തോന്നുന്നു. നമ്മൾ കുറേ മലയാളീസിനെ കണ്ടു. നമ്മളിപ്പോൾ പോവാൻ പോണ്.
നാട്ടിലെ തിയേറ്ററിൽ കാണുന്ന അതേ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടും ഇന്ന് കിട്ടും. തിയേറ്റർ ഫുള്ളാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഫ്രാൻസിലെ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് കിട്ടും. അപ്പൊ നമ്മൾ നമ്മുടെ സ്ക്രീനിന്റെ അടുത്ത് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ തിയേറ്ററിൻ്റെ ഉൾവശം. നാട്ടിലെ തിയേറ്ററിൻ്റെ അത്രയൊന്നും വരത്തില്ല, എന്നാലും കുഴപ്പമില്ല. മൂവി റിവ്യൂ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു സിനിമ. എന്നാണ് ഉറങ്ങി എനിക്കതെങ്കിലും ചെറിയ സിനിമ ഉണ്ടാവും. ഞങ്ങൾ നീ കരഞ്ഞു? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടമായി, അടിപൊളിയായിരുന്നു. മോഹൻലാലിന്റെ അഭിനയമായിരുന്നു എനിക്ക് സിനിമേനേക്കാൾ ലാലേട്ടന്റെ കമ്പാക്ക് ആയിരുന്നു സൂപ്പർ. അതായത് സിനിമ ശരി നന്നായിരുന്നു. സിനിമ ഇപ്പോഴത്തെ ജനറേഷൻ ഇതിവിടെ പാരീസിലെ മെട്രോയിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം മൂവി കഴിഞ്ഞ് ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കുക. എനിക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ മൂവി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സമയമായി ട്രെയിനിന്. കാരണം അതാ ലാസ്റ്റ് ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബസ്സൊക്കെ എടുത്ത് വരേണ്ടി വരും. സോ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂവി കഴിഞ്ഞ ഉടനെ നമ്മൾ ഓടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഇങ്ങനെ പാതി വഴിയിൽ ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. മൂവി നല്ലായിരുന്നു. പഴയ ആ ഒരു മോഹൻലാലിനെ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം കാണാൻ പറ്റി. എനിക്കൊന്ന് ദൃശ്യത്തിന് ശേഷം അതേ ഒരു സെയിം ഒരു വൈബായിരുന്നു ഈ ഒരു മൂവിയും. നല്ല മൂവിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ത്രില്ലർ മൂവിയായിരുന്നു. സോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.